ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ഷാലോം പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഈ എപ്പിസോഡിലൂടെ കൂദാശകളെക്കുറിച്ചുള്ള പൊതുവായ ചിന്തകളാണ് നാം പങ്കുവയ്ക്കുന്നത്. എന്താണ് കൂദാശകൾ? കൂദാശകളിലൂടെ വിശ്വാസികൾക്ക് എന്താണ് ലഭിക്കുന്നത്? കൗദാശിക അടയാളങ്ങൾക്ക് ശക്തി ലഭിക്കുവാൻ എന്താണ് കാരണം? കൂദാശകളിലൂടെ കൃപയൊഴുകുന്നതിൻ്റെ നിദാനം എന്താണ്? ഈ ചിന്തകളാണ് ഈ ചെറിയ ക്ലാസ്സിൽ നാം പങ്കുവയ്ക്കുക. കൂദാശ എന്ന പദം, അതായത് സാക്രമെൻ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും, ലത്തീൻ ഭാഷയിലുള്ള സാക്രമെന്തും എന്ന വാക്കിൽ നിന്നാണ് സാക്രമെൻ്റ് അഥവാ കൂദാശ എന്ന പദം ഇംഗ്ലീഷിലേക്ക് വരിക. സാക്രമെന്തും എന്ന് പറയുന്നത് ലത്തീനിലെ രണ്ട് പദങ്ങളാണ്, സക്രാരെ അതുപോലെ തന്നെ മെന്തും. സക്രാരെ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെയോ വ്യക്തിയെയോ വിശുദ്ധീകരിക്കുക. മെന്തും എന്ന് പറഞ്ഞാൽ ഈ ലക്ഷ്യം പ്രാപിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം. അങ്ങനെയെങ്കിൽ കൂദാശ നമുക്കിങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും: വിശുദ്ധീകരണ കർമ്മം, അല്ലെങ്കിൽ ഒരു വസ്തുവിനെയോ വ്യക്തിയെയോ വിശുദ്ധീകരിക്കുന്ന പ്രക്രിയ. ഇതാണ് സാക്രമെൻ്റ് അഥവാ കൂദാശ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 4-5 നൂറ്റാണ്ടുകളിലാണ് കൂദാശ എന്ന പദം സഭയിൽ വ്യക്തമായി ഉപയോഗിച്ചു തുടങ്ങിയത്. കൃത്യമായി പറഞ്ഞാൽ സഭാപിതാവായ തെർത്തുല്യനാണ് ഈ പദം ആദ്യമായി ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, മിശിഹായിൽ പൂർത്തീകരിക്കപ്പെട്ട രക്ഷാകര പദ്ധതി മനുഷ്യൻ്റെ രക്ഷയും ദൈവത്തിൻ്റെ മഹത്വവും അർത്ഥമാക്കുന്നതിനാലും ഇതേ പ്രവൃത്തി ഇന്ന് സഭയിലൂടെയും കൂദാശയിലൂടെയും പ്രാവർത്തികമാക്കുന്നതിനാലും സഭയ്ക്കും കൂദാശയ്ക്കും ഒരേ ലക്ഷ്യമാണുള്ളത്. ഞാൻ ഒന്നുകൂടി പറയാം. മിശിഹായിൽ പൂർത്തീകരിക്കപ്പെട്ട രക്ഷാകര പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത് മനുഷ്യൻ്റെ രക്ഷയും ദൈവത്തിൻ്റെ മഹത്വവും ആയിരുന്നതുകൊണ്ടും ഇതേ പ്രവൃത്തി ഇന്ന് സഭയിലൂടെയും കൂദാശകളിലൂടെയും പ്രാവർത്തികമാക്കുന്നതിനാലും സഭയ്ക്കും കൂദാശയ്ക്കും ഒരേ ലക്ഷ്യമാണുള്ളത്. സഭയുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ ഇടപെടലുകളെയാണ് കൂദാശകൾ എന്ന് പറയുന്നത്. സഭയുടെ ദൈനംദിന ജീവിതത്തിൽ ത്രിയേക ദൈവം നേരിട്ട് ഇടപെടുന്ന പ്രവൃത്തിയാണ് കൂദാശകൾ എന്ന് പറയുക. ദൈവവും മനുഷ്യനും തമ്മിലുള്ള വ്യക്തിപരമായ കൂടിക്കാഴ്ചയ്ക്കുള്ള അമൂല്യമായ അവസരങ്ങളാണ് ഓരോ കൂദാശകൾ എന്ന് പറയുന്നത്. ദൈവം അവിടെ സ്വയം വെളിപ്പെടുത്തുകയാണ്. ത്രിത്വൈക ദൈവം ഓരോ കൂദാശകളിലൂടെയും ദൈവത്തെ മനുഷ്യന് സ്വയം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ദൈവത്തെ കണ്ടുമുട്ടാനുള്ള അസുലഭ നിമിഷങ്ങളാണ് ഓരോ വിശ്വാസിക്കും ഈ കൂദാശകൾ എന്ന് പറയുന്നത്. ദൈവം ദൈവത്തെ വെളിപ്പെടുത്തുന്നത് ഇന്ന് സഭയിലൂടെ കൂദാശകളിലൂടെയാണ്. ദൈവം സഭയിൽ തന്നെ വെളിപ്പെടുത്തുന്നത് കൂദാശയിലാണ്. അതുകൊണ്ട് ദൈവത്തെ കണ്ടുമുട്ടുവാൻ, ദൈവത്തെ സ്വീകരിക്കുവാനുള്ള ഏറ്റവും വലിയ അവസരമാണ് ഓരോ കൂദാശകൾ എന്ന് പറയുന്നതും ഓരോ വിശ്വാസിക്കും. എന്താണ് ഈ കൂദാശ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകുന്നത്? പ്രസാദപരാവസ്ഥയിലേക്ക് നമ്മെ വളർത്തുക, നയിക്കുക, സംരക്ഷിക്കുക. പ്രസാദപരാവസ്ഥയിലേക്ക് വളർത്തുക,
നയിക്കുക, നിലനിർത്തുക. ഇതാണ് കൂദാശ നമുക്ക് നൽകുന്നത്, അഥവാ കൂദാശയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ചോദിക്കാം, എന്താണ് ഈ പ്രസാദപരാവസ്ഥ എന്ന് പറയുന്നത്? സ്റ്റേറ്റ് ഓഫ് ഗ്രേസ് അഥവാ പ്രസാദപരാവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, പ്രസാദപരാവസ്ഥയിലായിരിക്കണം, നമ്മൾ മരിക്കുമ്പോൾ പ്രസാദപരാവസ്ഥയിലായിരുന്നാൽ നമ്മൾ സ്വർഗത്തിലേക്ക് പോകും എന്ന് പറയാറുണ്ട്. എന്നാൽ എന്താണ് ഈ പ്രസാദപരാവസ്ഥ അഥവാ സ്റ്റേറ്റ് ഓഫ് ഗ്രേസ് എന്ന് പറയുന്നത്? ഇത് 2 കൊരിന്തോസ് 13:13 കൊടുത്തിട്ടുള്ളത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ ഒരവസ്ഥയെയാണ്, അതായത് ഈശോയുടെ കൃപയിൽ നിറഞ്ഞ അവസ്ഥ, ദൈവസ്നേഹത്തിൽ നിറഞ്ഞ അവസ്ഥ, പരിശുദ്ധാത്മാവിൻ്റെ സഹവാസമുള്ള അവസ്ഥ, ഈ 3 കാര്യങ്ങളും ഒരു വ്യക്തിയിൽ ഒന്നിച്ചു ചേരുമ്പോഴാണ് അവൻ അഥവാ അവൾ പ്രസാദപരാവസ്ഥയിലായിരിക്കുക എന്ന് പറയുക. അപ്പം ഞാനും നിങ്ങളുമൊക്കെ ഒന്ന് വിചിന്തനം ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഇന്ന് പ്രസാദപരാവസ്ഥയിലാണോ? ദൈവത്തിൻ്റെ ഈശോയുടെ കൃപയിൽ ഞാൻ നിറഞ്ഞിട്ടുണ്ടോ? ദൈവസ്നേഹത്തിൽ ഞാൻ നിറഞ്ഞിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം എന്നോട് കൂടെയുണ്ടോ? എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുക? എങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുക ഈ അവസ്ഥയൊക്കെ എന്നിലുണ്ടോ എന്ന്? എങ്ങനെയാണ് മനസ്സിലാകുക? എൻ്റെ സ്വഭാവം യേശുവിൻ്റെ സ്വഭാവം പോലെയാണ് എങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്ന ഫലങ്ങളാണ് ഞാൻ പുറപ്പെടുവിക്കുന്നതെങ്കിൽ, ഞാൻ ഈശോയ്ക്ക് എൻ്റെ ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിക്കുന്നവനാണ് എങ്കിൽ, എന്നിൽ ചെറിയവനിൽ ദൈവത്തെ കാണുവാൻ എനിക്ക് കഴിയുന്നുവെങ്കിൽ ഞാൻ പ്രസാദപരാവസ്ഥയിലാണ്, അഥവാ കൃപ നിറഞ്ഞവനും ദൈവസ്നേഹത്തിൽ നിറഞ്ഞവനും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉള്ളവനുമാണ്. അപ്പോൾ കൂദാശ നമ്മെ നയിക്കുന്നത് ഈ പ്രസാദപരാവസ്ഥയിലേക്ക് വളർത്തുകയും നയിക്കുകയും സംരക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യേണ്ടത് കൂദാശകളാണ് എന്ന് നാം കണ്ടു. മിശിഹായിൽ സ്ഥാപിതമായ കൃപാവരത്തിൻ്റെ 7 നീർച്ചാലുകളെയാണ് കൂദാശകൾ അഥവാ സാക്രമെന്റ്സ് എന്ന് പറയുന്നത്. മിശിഹായിൽ സ്ഥാപിതമായ കൃപാവരത്തിൻ്റെ 7 നീർച്ചാലുകൾ മനുഷ്യാവതാരത്തിലൂടെ, പീഡാസഹനത്തിലൂടെ, കുരിശുമരണത്തിലൂടെ, ഉദ്ധാനത്തിലൂടെ, കാൽവരി മലയിൽ ശേഖരിക്കപ്പെട്ട, കാൽവരി ബലിയിൽ ശേഖരിക്കപ്പെട്ട കൃപ ഒഴുക്കുന്ന 7 ചാനലുകളാണ് കൂദാശകൾ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ കാൽവരി എന്ന് പറയുന്നത് കൃപയുടെ റിസർവോയറാണ്. ആ കാൽവരിയാകുന്ന റിസർവോയറിൽ നിന്ന് ഓരോ പാപിയിലേക്കും ഓരോ വ്യക്തിയിലേക്കും ദൈവം കൃപയൊഴുക്കുവാൻ ആഗ്രഹിക്കുന്നു. അവനെ പ്രസാദപരാവസ്ഥയിലേക്ക്, സ്വർഗത്തിൽ അവനിടം കിട്ടുന്നതിന് വേണ്ടി, സ്വർഗത്തിന് യോഗ്യനാകുവാനായി പ്രസാദപരാവസ്ഥയിലേക്ക് അവനെ നയിക്കുന്നതിൻ്റെ 1ാം ഘട്ടമായ കൃപയിൽ നിറയ്ക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കാൽവരിയിൽ ശേഖരിക്കപ്പെട്ട കൃപ സഭയിലൂടെ, സഭയിലെ കൂദാശകളിലൂടെ നമ്മിലേക്ക് ഒഴുക്കുന്നു. ഇത് സ്വീകരിക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ? കൂദാശകൾ അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി അത് പരികർമ്മം ചെയ്യപ്പെടുന്നുണ്ടോ എൻ്റെ ജീവിതത്തിൽ? കൂദാശകളെ ഞാൻ സമീപിക്കുന്നത് കൂദാശകൾ അർഹിക്കുന്ന ഗൗരവത്തോടു കൂടിയാണോ? അതർഹിക്കുന്ന വിശുദ്ധിയോടുകൂടിയാണോ? ഇതാണ് ഞാനിന്ന് ചിന്തിക്കേണ്ടത്. കാരണം എന്നെ പ്രസാദപരാവസ്ഥയിലേക്ക്, സ്റ്റേറ്റ് ഓഫ് ഗ്രേസിലേക്ക് നയിക്കേണ്ടത് ഈ ഓരോ കൂദാശകളുമാണ്. സഭയ്ക്കുള്ളിലും സഭയ്ക്ക് പുറത്തു നിന്നും എല്ലാ കാലങ്ങളിലും കൂദാശകളെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. സഭയ്ക്കുള്ളിൽ നിന്ന്, സഭയ്ക്ക് പുറത്തു നിന്ന് കൂദാശകളെക്കുറിച്ച് ഒരുപാട് ചോദ്യശരങ്ങൾ. ആര് സ്ഥാപിച്ചു? യേശുവും കൂദാശകളും തമ്മിലുള്ള ബന്ധമെന്താണ്? എവിടെ വെച്ച് സ്ഥാപിച്ചു? എന്തിന് സ്ഥാപിച്ചു? ഇങ്ങനെ നിരവധിയായ ചോദ്യശരങ്ങൾ സഭ നേരിട്ടപ്പോൾ 16-ാം നൂറ്റാണ്ടിൽ ട്രെൻഡ് കൗൺസിൽ തെന്ത്രോസ് സൂനഹദോസിൽ വെച്ച് സഭ അസന്ദിഗ്ധമായി ഒരു കാര്യം പ്രഖ്യാപിച്ചു. കൂദാശകൾ 7 ആണെന്നും
അവ മിശിഹായാൽ സ്ഥാപിതമാണെന്നും അവ മനുഷ്യരക്ഷയ്ക്ക് അനിവാര്യമാണെന്നും സംശയത്തിനിടമില്ലാത്ത രീതിയിൽ അസന്ദിഗ്ധമായി സഭ പഠിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭ വളരെ വ്യക്തമായി പറഞ്ഞു, മാനവ രക്ഷയ്ക്ക് കൂദാശകൾ അനിവാര്യമാണ്. രക്ഷയിലേക്ക് ഒരുവളെ നയിക്കുന്ന പ്രസാദപരാവസ്ഥയിലേക്ക് നയിക്കുന്നത് കൂദാശകളിലൂടെ ഒഴുകുന്ന ഈശോയുടെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവുമാണ്. അതുകൊണ്ട് മാനവരക്ഷയ്ക്ക് കൂദാശകൾ അത്യന്താപേക്ഷിതമാണ്. മരണവും പുനരുദ്ധാനവും വഴി മഹത്വീകൃതനായ മിശിഹ ഇന്ന് ജീവിക്കുന്നത്, എനിക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഈ കൂദാശകളിലൂടെയാണ്. പുനരുദ്ധാനം വഴി മഹത്വീകൃതനായ ഈശോ ഇന്ന് ജീവിക്കുന്നത് ഈ കൂദാശകളിലാണ്. കൂദാശകൾ ഈശോയിൽ പൂർത്തിയാക്കപ്പെട്ട രക്ഷാകര ദിവ്യ രഹസ്യങ്ങളാണ്. ഈ കൂദാശകൾ എന്ന് പറയുന്നത്, കൗദാശിക അടയാളങ്ങളുടെ ശക്തി എന്ന് പറയുന്നത്, കൂദാശകൾ ഈശോയിൽ പൂർത്തിയാക്കപ്പെട്ട രക്ഷാകര ദിവ്യ രഹസ്യങ്ങൾ ആയതുകൊണ്ടാണ്. കർത്താവായ ഈശോ നമ്മുടെ ഏക രക്ഷയാണ്, എല്ലാ രക്ഷാകര രഹസ്യങ്ങളുടെയും ഉറവിടവുമാണ്. ഐ റിപ്പീറ്റ്, കർത്താവായ ഈശോ നമ്മുടെ ഏക രക്ഷയാണ്, എല്ലാ രക്ഷാകര രഹസ്യങ്ങളുടെയും ഉറവിടവുമാണ്, സ്രോതസ്സുമാണ്. ഈശോ നമുക്ക് രക്ഷ സാധ്യമാക്കി തീർത്ത ബലിയുടെ, പെസഹ രഹസ്യങ്ങളുടെ ആഘോഷവും ആചരണവും അനുഷ്ഠാനവുമാണ് സഭയിലെ 7 കൂദാശകൾ. ഞാൻ ഒന്നും കൂടെ പറയാം. ഈശോ നമുക്ക് രക്ഷ സാധ്യമാക്കി തീർത്ത ബലിയുടെ, പെസഹ രഹസ്യങ്ങളുടെ ആഘോഷവും ആചരണവും അനുഷ്ഠാനവും ആണ് സഭയിലെ 7 കൂദാശകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഓരോ കൂദാശയെയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് പൂർത്തിയാക്കിയ കാൽവരി ബലിയുടെ ഗൗരവത്തോടുകൂടി, പെസഹ രഹസ്യങ്ങളുടെ അർത്ഥത്തോടുകൂടി കൂദാശകളെ കാണുവാൻ നമുക്ക് കഴിയണം. കൂദാശകളിലൂടെയാണ് ദൈവം പൂർത്തിയാക്കിയ രക്ഷാകര പദ്ധതിയിൽ ഞാനും നിങ്ങളും പങ്കാളികളാകുന്നത്. കർത്താവിൻ്റെ രക്ഷാകര പദ്ധതി ഇന്ന് സഭയിലൂടെ തുടരുന്നു, അഥവാ വ്യക്തമായി പറഞ്ഞാൽ അത് എന്നിലൂടെ തുടരുന്നു. എങ്ങനെയാണ്? കൂദാശയിൽ ഭാഗഭാഗിത്വം കൊണ്ട് ഈ കൂദാശകളിലൂടെയാണ് രക്ഷാകര പദ്ധതി ഇന്ന് എന്നിലൂടെ തുടരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൂദാശകൾ മിശിഹായുടെ രക്ഷാകര രഹസ്യത്തിൽ നിന്നും ഉറവയെടുത്തതും, മിശിഹായുടെ രക്ഷാകര രഹസ്യത്തിൽ നിന്ന് ഉറവയെടുത്തതും മിശിഹായെ ലോകത്തിന് പ്രത്യക്ഷമാക്കുന്നതുമാണ്. കൂദാശകളുടെ പ്രാധാന്യം നോക്കിക്കോളൂ. കൂദാശകൾ മിശിഹായുടെ രക്ഷാകര രഹസ്യത്തിൽ നിന്ന് ഉറവയെടുത്തതും ഇന്ന് ലോകത്തിന് മിശിഹായെ പ്രത്യക്ഷപ്പെടുത്തുന്നതും കൂദാശകളാണ്. ദൈവിക രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന അടയാളങ്ങളാണ്. ദൈവിക രഹസ്യങ്ങളെ ലോകത്തിന് വെളിപ്പെടുത്തുന്ന അടയാളങ്ങളാണ് കൂദാശകൾ എന്ന് പറയുന്നത്. യേശു പിതാവിനെ വെളിപ്പെടുത്തുന്ന പിതാവിൻ്റെ പ്രതീകമാണ്. മനുഷ്യാവതാരം ചെയ്തുകൊണ്ട് ഈശോ പിതാവിനെ ലോകത്തിന് വെളിപ്പെടുത്തുന്നു. പിതാവായ ദൈവത്തിൻ്റെ കൂദാശയായി അവൻ നമ്മുടെ ഇടയിൽ വസിച്ചു. മനുഷ്യാവതാരം ചെയ്തുകൊണ്ട് ലോകത്തിന് പിതാവിനെ വെളിപ്പെടുത്തിയ ഈശോ പിതാവായ ദൈവത്തിൻ്റെ കൂദാശയായി നമ്മുടെ കൂടെ വസിച്ചു. ഹെബ്രായർ 1:3 അവൻ ദൈവമഹത്വത്തിൻ്റെ പ്രതിഫലനവും ദൈവസത്യയുടെ പ്രതിരൂപവുമാണ്. യോഹന്നാൻ 14:9 എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു. ഈശോ ആവർത്തിച്ചു പറയുകയാണ്, ഞാനും
പിതാവും രണ്ടല്ല ഒന്നാണ്. യോഹന്നാൻ 10:38 പിതാവ് എന്നിലും ഞാൻ പിതാവിലും. യോഹന്നാൻ 1:18 പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് ദൈവത്തെ വെളിപ്പെടുത്തിയത്. പുത്രൻ പിതാവിൻ്റെ കൂദാശയായിക്കൊണ്ട് മനുഷ്യരക്ഷ സാധ്യമാക്കി. പുത്രൻ പിതാവിൻ്റെ കൂദാശയായിക്കൊണ്ട്, പിതാവിനെ ലോകത്തിന് വെളിപ്പെടുത്തിക്കൊണ്ട്, പിതാവിനെ ലോകത്തിന് പ്രത്യക്ഷപ്പെടുത്തിക്കൊണ്ട്, പിതാവിൻ്റെ കൂദാശയായി അടയാളമായി മനുഷ്യരക്ഷ സാധ്യമാക്കി. സഭയിലെ കൂദാശകൾ അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും ഈ അടിസ്ഥാന രക്ഷ, ഈശോ നേടിയ അടിസ്ഥാന രക്ഷ സ്ഥലകാല പരിമിതിക്കുള്ളിൽ നമുക്ക് പ്രാപ്യമാക്കി തീർക്കുന്നു. ഈശോ നമുക്ക് വേണ്ടി നേടിയ ഈ രക്ഷ ഇന്നത്തെ സ്ഥലകാല പരിമിതിക്കുള്ളിൽ നമുക്ക് പ്രാപ്യമാക്കി തീർക്കുന്നത് ഈ കൂദാശകളായതുകൊണ്ട് മിശിഹ ഉറവിട കൂദാശയാണ്. മിശിഹ ഉറവിട കൂദാശയാണ്. സഭയിലെ കൂദാശകൾ അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും മാനവകുലത്തിനു വേണ്ടി കർത്താവ് പൂർത്തീകരിച്ച അടിസ്ഥാന രക്ഷ സ്ഥലകാല പരിമിതിക്കുള്ളിൽ നമുക്ക് പ്രാപ്യമാക്കി തീർക്കുന്നത് കൊണ്ട് മിശിഹ ഉറവിട കൂദാശയാണ്. മിശിഹ ഉറവിട കൂദാശയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നാം ഭാഗത്തിൽ നമ്മൾ കണ്ടതാണ് കൗദാശിക അടയാളങ്ങളുടെ ശക്തിയുടെ നിദാനം എന്ന് പറയുന്നത് എൻ്റെ ഗുണഗണങ്ങളോ ഇത് പരികർമ്മം ചെയ്യുമ്പോഴുണ്ടാകുന്ന അത്ഭുത പ്രവൃത്തിയോ അല്ല, മറിച്ച് കാൽവരി ബലിയുടെ പെസഹ രഹസ്യങ്ങളുടെ ശക്തിയാലാണ് കൂദാശകൾക്ക്, ഈ കൗദാശിക അടയാളങ്ങൾക്ക് ഈ ശക്തി ലഭിക്കുന്നതും ഇന്നത്തെ സ്ഥലകാല പരിമിതിക്കുള്ളിൽ നമുക്ക് രക്ഷ പ്രാപ്യമാക്കി തീർക്കുന്നതും. രണ്ടാം ഭാഗത്ത് നമ്മൾ ചിന്തിക്കുന്നത്, ആദ്യ ഭാഗത്ത് ചിന്തിച്ചത് മിശിഹ ഉറവിട കൂദാശയാണ്. എന്തുകൊണ്ടാണ് മിശിഹ ഉറവിട കൂദാശയാകുന്നത്? അതാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. രണ്ടാം ഭാഗം ചിന്തിക്കുന്നത് സഭ അടിസ്ഥാന കൂദാശയാണ്. മിശിഹ ഉറവിട കൂദാശയാണെങ്കിൽ സഭ അടിസ്ഥാന കൂദാശയാണ്. മിശിഹായിൽ പൂർത്തീകരിക്കപ്പെട്ട രക്ഷാകര സംഭവങ്ങൾ ലോകാവസാനം വരെയുള്ള സകല ജനപദങ്ങൾക്കും അനുഭവവേദ്യമാക്കുവാൻ സഭ സ്ഥാപിക്കപ്പെട്ടു. മിശിഹായിൽ പൂർത്തിയാക്കപ്പെട്ട രക്ഷാകര സംഭവങ്ങൾ ലോകാവസാനം വരെയുള്ള സർവ്വ ജനപദങ്ങൾക്കും അനുഭവവേദ്യമാക്കുവാൻ സഭ സ്ഥാപിക്കപ്പെട്ടു. മിശിഹായുടെ രക്ഷാകര ദൗത്യം ഇന്ന് സഭയിലൂടെ തുടരുന്നു. ഈ അർത്ഥത്തിൽ സഭ രക്ഷയുടെ കൂദാശയാണ്. മിശിഹായുടെ രക്ഷാകര ദൗത്യം ഇന്ന് സഭയിലൂടെ തുടരുന്നത് കൊണ്ട് സഭ രക്ഷയുടെ അടിസ്ഥാന കൂദാശയാണ്. മത്തായി 28:20 യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെയുണ്ടായിരിക്കും. മിശിഹായുടെ സജീവ സാന്നിധ്യം നിത്യവും ലോകത്തിൽ നിലനിൽക്കുന്ന സഭ മിശിഹായുടെ ഈ ലോകത്തിലെ സജീവ പ്രതീകമാണ്. മിശിഹായുടെ സജീവ സാന്നിധ്യം നിത്യവും നിലനിൽക്കുന്ന സഭ മിശിഹായുടെ ഈ ലോകത്തിലെ സജീവ പ്രതീകമാണ്, അവിടുത്തെ കൂദാശയാണ്. ആദ്യ ഭാഗത്ത് നമ്മൾ കണ്ടിരുന്നു മിശിഹ പിതാവിൻ്റെ കൂദാശയാണ്. ഇവിടെ പറയുകയാണ് സഭ മിശിഹായുടെ കൂദാശയാണ്. ഈശോയെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ, ഈശോയെ ലോകത്തിന് പ്രത്യക്ഷപ്പെടുത്തുവാൻ സഭ ഈശോയുടെ പ്രതീകമായി അഥവാ കൂദാശയായി നിലകൊള്ളുന്നു. സഭ ദൈവകൃപയുടെ വിളമ്പുകാരിയായി നിന്നുകൊണ്ട് ദൈവത്തെ ലോകത്തിന് നൽകുന്നു. സഭ ദൈവകൃപയുടെ വിളമ്പുകാരിയായി നിന്നുകൊണ്ട്. എങ്ങനെയാണ് സഭ ദൈവകൃപയുടെ വിളമ്പുകാരിയാകുന്നത്? കാരണം നമ്മൾ കണ്ടു, കൃപയുടെ 7 നീർച്ചാലുകൾ ആയ കൂദാശകൾ
പരികർമ്മം ചെയ്യപ്പെടുന്നത് സഭയിലൂടെ ആയതുകൊണ്ട് സഭ ദൈവകൃപയുടെ വിളമ്പുകാരിയായി നിന്നുകൊണ്ട് ദൈവത്തെ ലോകത്തിന് നൽകുന്നു. ഈശോ മിശിഹായെ ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യക്ഷമാക്കുന്ന സമൂഹമാണ്. ഈശോ മിശിഹായെ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ലോകത്തിന് വെളിപ്പെടുത്തുന്ന പ്രത്യക്ഷമാക്കുന്ന സമൂഹമാണ് സഭ. ദൈവപിതാവിൻ്റെ കൂദാശയായ മിശിഹായുടെ കൂദാശയായി സഭ ഇന്ന് നിലകൊള്ളുന്നു. ദൈവപിതാവിൻ്റെ കൂദാശയായ മിശിഹായുടെ കൂദാശയായി സഭ നിലകൊണ്ടുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ഈശോയെ ലോകത്തിന് വെളിപ്പെടുത്തുന്നു, ഈശോയെ ലോകത്തിന് പ്രത്യക്ഷപ്പെടുത്തി കൊടുക്കുന്നു. ചോദ്യം ഇതാണ്: പിതാവിൻ്റെ കൂദാശയായി മിശിഹ വന്നു, മിശിഹായുടെ കൂദാശയായി സഭ നിലകൊള്ളുന്നു എന്ന് പറയുന്നു. എന്നാൽ ആരാണ് ഈ സഭയെന്ന് പറയുന്നത്? ഞാനും നിങ്ങളും അടങ്ങുന്ന ഓരോ വ്യക്തിയുമാണ് സഭ. അങ്ങനെയെങ്കിൽ ചോദ്യം ഇതാണ്: ഞാൻ വ്യാപരിക്കുന്ന മണ്ഡലങ്ങളെ മിശിഹായെ പ്രത്യക്ഷമാക്കുന്ന പ്രതിഫലിപ്പിക്കുന്ന കൂദാശയാണോ ഞാൻ? ഞാൻ വ്യാപരിക്കുന്ന ജീവിത മണ്ഡലങ്ങളിൽ എൻ്റെ യേശുവിനെ വെളിപ്പെടുത്തുന്ന, എൻ്റെ യേശുവിന് സാക്ഷ്യം നൽകുന്ന, എൻ്റെ യേശുവിനെ പ്രത്യക്ഷപ്പെടുത്തുന്ന അടയാളമാണോ, പ്രതീകമാണോ ഞാൻ? അങ്ങനെയെങ്കിൽ എനിക്ക് പറയാൻ കഴിയും, ഞാൻ മിശിഹായുടെ കൂദാശയായി ഈ ലോകത്തിൽ നിലകൊള്ളുന്നു എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്ദേശം ഇതാണ്: പിതാവിൻ്റെ കൂദാശയായി ഈശോ ലോകത്തിൽ പിതാവിനെ വെളിപ്പെടുത്തി. ഈശോ ലോകത്തിൽ പിതാവിനെ എല്ലാവർക്കും നൽകി. ഇന്നിതാ നമ്മുടെ ദൗത്യം ഇതാണ്: നാം വ്യാപരിക്കുന്ന മണ്ഡലങ്ങളിൽ എൻ്റെ യേശുവിനെ അറിയാത്തവന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ, യേശുവിനെ കേട്ടിട്ടില്ലാത്തവന് പറഞ്ഞു കൊടുക്കുവാൻ, യേശുവിനെ അറിയില്ലാത്തവന് പ്രത്യക്ഷപ്പെടുത്തി കൊടുക്കുവാൻ, യേശുവിൻ്റെ പ്രതീകമായി, അടയാളമായി, കൂദാശയായി പ്രവർത്തിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാണോ? അതിലേക്കാണ് ഇന്നത്തെ ചിന്താവിഷയം നമ്മെ മാടി വിളിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത്തെ ഭാഗം കൗദാശിക കൃപാവരം. നമ്മുടെ സൽപ്രവർത്തികളല്ല, നമ്മിൽ നടക്കുന്ന അത്ഭുത പ്രവൃത്തിയുമല്ല, മറിച്ച് കൂദാശകളിൽ പ്രകാശിതമാകുന്ന കർത്താവിൻ്റെ രക്ഷാകര സംഭവങ്ങളാണ് കൗദാശിക പ്രസാദവരത്തിന് നിദാനം. ദൈവസ്നേഹത്തിൻ്റെ അവതാരമായ ഈശോയിൽ ദൈവസ്നേഹം നമുക്ക് അനുഭവവേദ്യമാം വിധം അവതരിപ്പിക്കുന്നത് കൃപയുടെ ഭാവത്തിലാണ്. കൂദാശകൾ ദൈവകൃപ പ്രദാനം ചെയ്യുന്നു. കാരണം അവ നമ്മുടെ ആഘോഷവും പ്രഘോഷണവുമാണ്. വിശ്വസിക്കാത്തവന് കൂദാശ വെറും അനുഷ്ഠാനങ്ങളും ആചാരവും മാത്രം. വിശ്വസിക്കാത്തവന് കൂദാശകൾ വെറും അനുഷ്ഠാനവും ആചരണവും മാത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫുൾട്ടൺ ജേഷീൻ ദീസ് ആർ ദ സാക്രമെൻറ്റ്സ് എന്ന ബുക്കിലൂടെ ഭൗതിക ജീവിതത്തിൻ്റെയും ആത്മീയ ജീവിതത്തിൻ്റെയും 7 കണ്ടീഷൻസിനെ അവതരിപ്പിക്കുന്നുണ്ട്. ഭൗതിക ജീവിതത്തിൻ്റെ ഒന്നാമത്തെ വ്യവസ്ഥ ജനനം. അറിയാലോ, ഭൗതിക ജീവിതത്തിൽ നമുക്ക് ശാരീരികമായി ജനിക്കണം. അതിന് തത്തുല്യമായ ആത്മീയ ജീവിതത്തിൻ്റെ വ്യവസ്ഥയാണ് മാമോദീസ. ഭൗതിക ജീവിതത്തിലെ രണ്ടാമത്തെ രംഗമാണ് വളർച്ച. ശിശുവായി ജനിച്ചാൽ നമ്മൾ വളരണം. അതിന് തത്തുല്യമായ ആത്മീയ ജീവിതത്തിൻ്റെ വ്യവസ്ഥയാണ് കുർബാന. ഭൗതിക ജീവിതത്തിലെ മൂന്നാമത്തെ വ്യവസ്ഥയാണ് പക്വത പ്രാപിക്കുക. അതിന് ആത്മീയ ജീവിതത്തിലെ മൂന്നാമത്തെ കാര്യമാണ് സ്ഥൈര്യലേപനം. ഭൗതിക ജീവിതത്തിൽ നമ്മുടെ മുറിവുകൾ ഉണക്കപ്പെടണം. അതിന് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കുമ്പസാരം. 5, ഭൗതിക ജീവിതത്തിൽ രോഗങ്ങൾ സൗഖ്യപ്പെടണം. അതിന് രോഗീലേപനം. നിയമത്തിന് വിധേയമായി ജീവിക്കണം.
അതിന് തിരുപ്പട്ടം. തലമുറയ്ക്ക് ജന്മം നൽകണം, അതിന് വിവാഹം. അങ്ങനെ ഫുൾട്ടൻ ജേക്സിൻ പറയുകയാണ്, ഭൗതിക ജീവിതത്തിലുള്ള ഈ 7 വ്യവസ്ഥകളും ആത്മീയ ജീവിതത്തിൽ ഫലദായകമാകുന്നത് 7 കൂദാശകളിലൂടെയാണ്. കൗദാശിക ദൈവശാസ്ത്ര ഭാഷയ്ക്ക് രൂപം നൽകിയത് വിശുദ്ധ അഗസ്റ്റിനോസാണ്. വിശുദ്ധ അഗസ്റ്റിനോസ് പറഞ്ഞ 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ്. കൂദാശകൾ വിശുദ്ധമായ അടയാളങ്ങളാണ്. ഈ അടയാളങ്ങൾ ഫലപ്രദമാകുന്നത് ക്രിസ്തുവും അരൂപിയും പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. പിന്നീട് തോമസ് അക്വിനാസ് കടന്നു വരികയാണ്. കൗദാശിക ദൈവശാസ്ത്രത്തിന് പ്രകടമായ മാറ്റങ്ങൾ വന്നത് ഈ തോമസ് അക്വിനാസിൻ്റെ കാലത്താണ്. തോമസ് അക്വിനാസ് വളരെ വ്യക്തമായിട്ട് പറയാണ്, കൂദാശകളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് പ്രസാദവരത്തെ ജനിപ്പിക്കുക, പുനഃപ്രതിഷ്ഠിക്കുക, കാത്തു സംരക്ഷിക്കുക, വർദ്ധിപ്പിക്കുക, അങ്ങനെ വിശ്വാസികളെ മിശിഹായുടെ ശരീരമായി മാറ്റുന്നത് കൂദാശകളാണ്. 2 കൊരിന്തോസ് 13:13 കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളേവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purapada.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാളമായി